ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജയ് തോന്നയ്ക്കലാണ്. നമ്മുടെ പ്രിയ കൂട്ടുകാരി, നമ്മുടെ സിനിമാ സീരിയലിലെ ആക്ടർ, അഭിനേതാവായ ബിജി ഭാവനപുരത്തിൻ്റെ പുതിയ വീട്ടിലേക്കാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ബിജി ഭാവനപുരം വെച്ച് ഒരുപാട് കാലങ്ങളായി ഒരു വീടെന്നുള്ള സ്വപ്നവുമായി നിൽക്കുകയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കിട്ടി. എന്തായാലും ഒരു വീട് തന്നെയാണ് ഓരോരുത്തർക്കും ആവശ്യം വീട് തന്നെയാണ്. അപ്പോൾ ആ വീട്ടിലേക്കാണ് ഞാൻ വന്നത്. ഇന്നിവിടെ പാല് കാച്ചാണ്. എന്തായാലും സ്നേഹതീരം പൊന്നോണ കൂട്ടായ്മ ഗ്രൂപ്പിൽ നിന്നും ഞാനും അതുകൂടാതെ സ്നേഹതീരം പൊന്നോണ കൂട്ടായ്മ ഗ്രൂപ്പിൻ്റെ ഖജാൻജിയും ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീട്ടിലേക്ക് വന്ന് വളരെ സന്തോഷം. നല്ല വീടാണ്, അത്യാവശ്യം നല്ല വീട് തന്നെയാണ്. ഭാവനപുരം വിജി ഇവിടെ നിൽപ്പുണ്ട്. ഖജാൻജി അവിടെ നിൽക്കുകയാണ്. കാശൊന്നും കയ്യിലില്ല, കാശൊക്കെ പോസ്റ്റ് ഓഫീസിലാണ്. ആൾ മാത്രമേ ഉള്ളൂ, കാശില്ല. എന്തായാലും ഇത് എത്ര സ്ക്വയർ ഫീറ്റ്? 1200 സ്ക്വയർ ഫീറ്റാണ്. ഇപ്പോൾ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. അനിയത്തിയാണ്, അനിയത്തി മോളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ സ്ഥലത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താണ് ഇവിടെ? ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് ശരിക്കും? പൊയ്കമുക്ക് എന്നുള്ള സ്ഥലത്താണ് വീട് പണി തീർന്നത്. എന്തായാലും വളരെ സന്തോഷം. കാര്യം വീടെന്നുള്ള സ്വപ്നമാണ് എല്ലാവർക്കും, അല്ലേ? 2025 ഈ വീടെന്നുള്ള സ്വപ്നം ബിജി ഭാവനപുരം നേടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ബിജിയുടെ കുടുംബത്തിനും എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും സ്നേഹതീരം കുടുംബത്തിലെ ഓരോരുത്തർക്കും വീട് എന്നുള്ള സ്വപ്നം ഉണ്ടാവട്ടെ. ഒത്തിരി സന്തോഷം. നമുക്കിനി വീട്ടിൻ്റെ അകത്തോട്ടേക്ക് കയറാം. ഖജാൻജി ഒരുപാട് വർഷം കൊണ്ട് വാടകയ്ക്കല്ലായിരുന്ന? എത്ര വർഷമായി വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി? ഇപ്പം എന്ത് തോന്നാണ്? ഒരുപാട് സന്തോഷം തോന്നാണല്ലേ? ആ സന്തോഷം നമുക്കും സന്തോഷം തോന്നാണ്. കാര്യം വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഞാനും ഇപ്പോൾ വാടകയ്ക്കാണ്. അടുത്ത നമ്മളെ ഖജാൻജിക്ക് ഒരു വീട് കിട്ടും. എന്നാലും നമുക്ക് വീട്ടിനകത്തേക്ക് പോവാം. വിളിച്ചുകൊണ്ട് പോകൂ, അല്ല ഞങ്ങളെ വിളിക്കൂ. വരുമെന്ന് പറഞ്ഞു. വരണം. വീട്ടിലേക്ക് കയറുകയാണ്. വീട്ടിലേക്ക് കയറുകയാണ്.